ഹായ്, ഞാൻ നിങ്ങളെ രമ ചേച്ചി മീഡിയയിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ഓണത്തിന് വേണ്ടി ഒരു നല്ലൊരു സ്പെഷ്യലായിട്ടൊരു അവിയലാണ് വയ്ക്കാൻ പോകുന്നത്. ഓണത്തിന് വേണ്ടി സ്പെഷ്യൽ അവിയൽ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളതിനെ കൊണ്ട് പറയാം. അതിന് വേണ്ടിയുള്ള പച്ചക്കറികൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പറയാം. 2 വാഴയ്ക്ക, ഏത്തൻ വാഴയ്ക്കയാണ്, ഒരു കഷ്ണം വെള്ളരിക്ക, ചേന, ഒരു കഷ്ണം പടവലങ്ങ, ഒരു ചെറിയൊരു വഴുതനങ്ങ, ചെമ്മൻകിഴങ്ങ്, ചീനി മരയ്ക്ക, പച്ചമുളക്, ഒരു മുരിങ്ങയ്ക്ക. ഇതത്രയാണ് ഇന്നത്തെ അവിയലിനുള്ള കൂട്ടുകൾ. ഇതിന് ഈ പച്ചക്കറികളെല്ലാം നമുക്ക് അരിഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുക്കാം. അങ്ങനെ പച്ചക്കറികളെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുന്നു. വാഴയ്ക്ക, മുരിങ്ങയ്ക്ക കഷ്ടിച്ച് വെച്ചിരിക്കുന്നു, അതിനൊന്ന് കീറിയിടണം. അതുപോലെ വഴുതനങ്ങ അതും കഷ്ടിച്ച് വെച്ചിട്ടുണ്ട്. പച്ചമുളക്, അടുത്ത് വെള്ളരിക്ക, പടവലങ്ങ, ചീനിമരയ്ക്ക, ചെമ്മൻകിഴങ്ങ്, ചേന ഒരു മൺചട്ടിയിലോട്ട് മാറ്റാം. കത്തിരിക്ക എടുത്തിട്ടില്ല, വഴുതനങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വെള്ളരിക്ക തട്ടി കൊടുക്കണം. പടവലങ്ങ, ചേമ്പിൻകിഴങ്ങ്, ചേമ്പിൻകിഴങ്ങ്, ചീനിമരയ്ക്ക, മുരിങ്ങയ്ക്ക എല്ലാം കീറിയിടണം. പച്ചമുളക്, വലിയ കണ്ടം പച്ചമുളകാണ്, ഇതിലിട്ട് കീറിയിട്ട് കൊടുക്കണം. കൂട്ടുകളെല്ലാം തയ്യാറാക്കി കഴിഞ്ഞ് ഇനി ഇതിന് ചേർക്കേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളതിനെ കുറിച്ച് പറയാം. അങ്ങനെ ഒരു വലിയൊരു മുറി തേങ്ങ ചിരുകി വെച്ചിരിക്കുന്നതാണ്. ഈ തേങ്ങ അത്രയും ഇതിൽ ചേർക്കേണ്ടതാണ്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി എടുക്കണം, ഒരല്പം മുളക് പൊടി എടുക്കണം, ജീരകം, വെളുത്തുള്ളി, ഇതിന് ഒരു 3 അല്ലി വെളുത്തുള്ളി ചതച്ചെടുക്കണം. അതുപോലെ 2 കഷ്ണം ചെറിയ ഉള്ളി എടുക്കണം. അതേപോലെ ഒരു പച്ചമുളക് എടുക്കണം. പച്ചമുളക് 1 മതി. പിന്നെ തൈര്, വെളിച്ചെണ്ണ, കടുക്, കറിവേപ്പില, ഉപ്പ്, ഇതിത്രയാണ്. ആവശ്യത്തിന് വെള്ളം, ഇതിത്രയാണ് ഇതിന് ആവശ്യമായ ചേരുവകൾ. ഈ തേങ്ങ അത്ര ഇട്ട് അതെന്തോന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ജസ്റ്റ് ഒരല്പം തേങ്ങാപ്പാൽ ഇതിന് പിഴിഞ്ഞെടുക്കണം. അത് ഈ കൂട്ടിൽ ചേർക്കാനുള്ളതാണ്, എന്നാൽ ഞാൻ അതിന് ഒരല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുത്ത് മാറ്റി വയ്ക്കട്ടെ. ചിരി വെച്ചിരുന്ന തേങ്ങയിൽ നിന്ന് ഒരല്പം തേങ്ങാപ്പാൽ പിഴിഞ്ഞ് മാറ്റിയിട്ട് ബാക്കി ആ തേങ്ങ എല്ലാം ഈ ജാറിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഒരു 3/4 സ്പൂൺ, ചെറിയ സ്പൂണാണ്, 3/4 സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. ഒരല്പം ഒരു 1/2 സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ജീരകം, 1 സ്പൂൺ ജീരകം, അതുപോലെ വെളുത്തുള്ളി, ഒരു 4 അല്ലി വെളുത്തുള്ളി എടുത്ത് അതും കൂടി ചതച്ചിട്ട് കൊടുക്കണം. വെളുത്തുള്ളി ചതച്ചിട്ടിട്ടുണ്ട്. ഒരു 3 കഷ്ണം ചെറിയ ഉള്ളി അത് അരിഞ്ഞിട്ടിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടി ഒരു പച്ചമുളക് 2 പച്ചമുളകൊന്ന് ഇതിൽ കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കറിവേപ്പില, ഇതിന് ഒന്ന് അടിച്ചെടുക്കണം. ഒരല്പം വെള്ളം ചേർത്ത് അടിച്ചെടുക്കണം. കൂട്ടുകളെല്ലാം അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനി ഈ അവിയലിൻ്റെ കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കണം. പച്ചക്കറിയുടെ കൂടെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച്
ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കണം. ഒരു ചെറിയ സ്പൂണിന് 1.5 സ്പൂൺ ഉപ്പിട്ടിട്ടുണ്ട്. നമുക്കിനി ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇളക്കണം. പിന്നീട് നമുക്ക് ഇളക്കാം. ഇനി ഇതിങ്ങനെ ഒന്ന് അമർത്തി വെച്ചിട്ട് ഒരടപ്പ് വെച്ച് അടച്ചു വയ്ക്കണം. ഇനി ഒരടപ്പ് വെച്ച് അടച്ചു വയ്ക്കുക. എന്നിട്ട് നമുക്ക് സ്റ്റവ് കത്തിച്ച് വെന്ത് വയ്ക്കാം. അടപ്പ് തുറന്ന് നോക്കട്ടെ. മലക്കറി ഏകദേശമായി. ഒന്ന് നല്ലപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ഇനി ഒരു 2 സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് വറുക്കുന്നില്ല, പച്ച വെളിച്ചെണ്ണ. എന്നിട്ട് കുറച്ച് കറിവേപ്പില കൊടുക്കണം. നല്ലതുപോലെ ഇളക്കണം. അവിയൽ ഏകദേശം ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഒരല്പം തൈര് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൽ പുളിഞ്ചിക്കയോ പുളിയോ യാതൊന്നും ചേർത്തിട്ടില്ല. ആ പുളിക്ക് വേണ്ടി കണക്കാക്കിയാണ് ഈ തൈര് ഇത്രയും ചേർത്ത് കൊടുക്കുന്നത്. അത് പ്രത്യേക ഒരു ടേസ്റ്റാണ് തൈര് ചേർക്കുന്നത്. അതുപോലെ എടുത്ത് വെച്ചിരുന്ന തേങ്ങാപ്പാൽ അതും കൂടി ഇതിലോട്ട് ചേർത്ത് കൊടുക്കണം. അവസാനം ഇതൊക്കെ ചേർത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു അവിയൽ. ഒന്ന് നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എനിക്ക് നല്ലപോലെ ഇളക്കണം. അല്ല ഭംഗിയുണ്ട. സ്വാദേറിയ നല്ല ഒരു അവിയൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങളെല്ലാവരും ചെയ്യണമെന്ന് വെച്ചാൽ അവസാനം ഇറക്കാൻ സമയമാകുമ്പോൾ ഒരല്പം തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ട് ആ പാലും ഒഴിച്ച് തൈരും കൂടി ചേർത്ത് തയ്യാറാക്കണം. അങ്ങനെ നല്ലൊരു അവിയൽ ഉണ്ടാക്കി ഇതുപോലെ എല്ലാവരും ചെയ്ത് നോക്കണം. ഓണത്തിന് എല്ലാവരും ഇങ്ങനെയുള്ള ഒരു അവിയൽ ഉണ്ടാക്കി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദാണിത്.